മനോരമയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ഇറ്റ് ഇസ് ലൈക്ക് എ ഫാമിലി. അപ്പോൾ മാത്യു സാർ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കത്തില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ജോലി തരത്തില്ലായിരുന്നു പറഞ്ഞു. പന്തളത്ത് കോളേജിലെ AVP എന്ന് പറയുന്ന സംഘടന തുടങ്ങിയത് ഞാനായിരുന്നു. ഒരു അറസ്റ്റുകാരനാകുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വ്യക്തികളാണ്. നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ ഭാഗമാകും. അതിനുശേഷമാണ് ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാകുന്നത് പോലും. ആൾക്കാരുടെ എല്ലാം പേര് മാറി, ക്ഷേത്രങ്ങൾ മാറി, ക്ഷേത്രമെല്ലാം പള്ളിയായി. ആ തരത്തിൽ മീനാക്ഷിപുരം കൺവെൻഷൻ വാസ് എ ടേണിംഗ് പോയിന്റ്. അന്ന് വരെ ഒരുത്തരും ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചിട്ടില്ല. ഹിന്ദുക്കൾ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുക വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. മോഡിജി അന്ന് ഈ താടിയൊന്നുമില്ല, ക്ലീൻ ഷേവൻ, ഹി വാസ് ഫെയർ. 90% വർക്ക് എന്ന് പറഞ്ഞാൽ അന്ന് മോഡിയാണ് ചെയ്തത്. ഞാൻ കൂടിയിരുന്നെന്നുള്ളതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് ഈ ലിറ്ററേച്ചറുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, കൂടുതൽ ഭാഷകൾ അറിയാമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഹി വാസ് എ പേഷ്യൻ വിത്ത് എ മൈൻഡ് ഫോർ പൊളിറ്റിക്സ്. നമസ്കാരം. ഷൂട്ടർ സൈറ്റിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകൻ, പത്രാധിപർ, കോളമിസ്റ്റ്, ബുദ്ധിജീവി, സംഘാടകൻ, ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കളുടെ സുഹൃത്ത്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളിലൂടെ മലയാളികൾ അറിയുന്നയാളാണ് ഡോക്ടർ R. ബാലശങ്കർ. നമ്മുടെ ഇന്നത്തെ അതിഥി ബാലശങ്കർ. നമസ്കാരം. നമസ്കാരം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന്, എൻ്റെ ഒരു വിഷമവും ആശങ്കയും, അങ്ങൊരു ചെങ്ങന്നൂരുകാരനായ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു RSS ബുദ്ധിജീവി എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങയെക്കുറിച്ചൊന്ന് പരിചയം, ഈ ആദ്യത്തെ എപ്പിസോഡിൽ അങ്ങയെ ഒന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം. അപ്പോൾ ചെങ്ങന്നൂരാണ് അങ്ങ് ജനിച്ചതും വളർന്നതുമൊക്കെ. ചെങ്ങന്നൂർ ആല എന്നൊരു സ്ഥലമാണ്. ആല പഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു എൻ്റെ അച്ഛന്. ആ കാലത്ത് ഏത് പാർട്ടി? കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അദ്ദേഹം ആദ്യം കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസ്സിന് ശേഷം കോൺഗ്രസ്സിൽ നിന്ന് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ ശിഷ്യനായിരിക്കണം. മന്നത്ത് പത്മനാഭൻ്റെ പുള്ളി NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് കേരള കോൺഗ്രസിനകത്ത്, അതായത് നേരത്തെ തന്നെ അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ, KM ജോർജ്, അങ്ങനെയുള്ള പഴയ നേതാക്കന്മാർ, അവരുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം PT ചാക്കോയുടെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. അപ്പം അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് പുതിയ പാർട്ടി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ വളരെ കുഞ്ഞാ ആ കാലത്ത്. പക്ഷേ അത് അദ്ദേഹത്തിന് ഒരുപാട് ഷോക്ക് ഉണ്ടാക്കി. അപ്പോൾ പുള്ളി എന്തോ PT ചാക്കോയുടെ മരണം. അതിനുശേഷമാണ് പുള്ളി കേരള കോൺഗ്രസ്സിൽ വളരെ ആക്റ്റീവായിട്ട് KR സരസ്വതി അമ്മ കേരളത്തിൽ ആ സമയത്ത് വളരെ അറിയപ്പെടുന്ന നേതാവായിരുന്നു. ചെങ്ങന്നൂർ MLA ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും രസകരമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ, അച്ഛൻ മരിച്ച സമയത്ത്, അച്ഛൻ അതിന് ശേഷം മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കോളേജിലാണ് പഠിക്കുന്നത്. നേരത്തെ മരിച്ചപ്പോൾ അച്ഛൻ? വളരെ നേരത്തെ മരിച്ചു. അച്ഛന് എനിക്ക് 18-19 വയസ്സുള്ള സമയത്ത് അദ്ദേഹം മരിച്ചു. അച്ഛന് പ്രായം കുറവായിരുന്നു. അച്ഛൻ 63-64 വയസ്സേ ഉള്ളായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പം KM ജോർജ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് ആയിരുന്നു, കേരള കോൺഗ്രസ് ആയിരുന്നു? കേരള കോൺഗ്രസ്. ആ സമയത്തൊക്കെ കേരള കോൺഗ്രസ് ആണ്. ചെങ്ങന്നൂർ പഞ്ചായത്ത് ആദ്യം പുള്ളി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ്. അതിനുശേഷം കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ തൊട്ട് കേരള കോൺഗ്രസ്സിൽ. ചെങ്ങന്നൂർ പഞ്ചായത്തായിരുന്നു അന്ന്? അല്ല, ആല പഞ്ചായത്ത്. ആല പെണ്ണിക്കര എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ആല പഞ്ചായത്ത് എന്നാണ് പറയുന്നത്. ആല പെണ്ണിക്കരയാണ് പഞ്ചായത്ത്. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു തുടക്കം തൊട്ട്. മരിക്കുന്നവരെ അദ്ദേഹത്തിന് അതിൻ്റെ ആദ്യ മെമ്പറായിരുന്നു, പിന്നെ പ്രസിഡൻ്റായി, അങ്ങനെയായിരുന്നു. അപ്പം അച്ഛൻ്റെ അവിടുത്തെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ആലയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നേരത്തെ ആണെങ്കിലും പുള്ളിയെ പലപ്പോഴും ജയിപ്പിച്ചത് പോലും അവരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് അവിടെ. പിന്നെ അതാ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് KM ജോർജ് സാർ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബാലശങ്കർ ഇപ്പോഴേ പഠിക്കുകയാണ്, രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ കേരള കോൺഗ്രസ് വരണം, ചെങ്ങന്നൂർ സീറ്റ് നിങ്ങൾക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിലൊന്നും തൽക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ ഓൾറെഡി RSSുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് തന്നെ. കാരണം കേരളത്തിലെ RSS അന്ന് ആദ്യം ആൾക്കാരും അറിയാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു. യാദൃച്ഛികമായിട്ട് ചില പ്രവർത്തകർ വീട്ടിൽ വന്നിട്ട് അമ്മയുമായിട്ട് സംസാരിച്ചു, ഇതൊരു ഹിന്ദു സംഘടനയാണ്, മകനെ ഇതിൻ്റെ ഒരു ക്യാമ്പിന് അയക്കണമെന്ന് പറഞ്ഞിട്ട്. അമ്മ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഞാനൊരു ദിവസം പന്തളത്താണ് പഠിക്കുന്നത്. പന്തളത്ത് കോളേജിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങനൊരു കാര്യമുണ്ട്, നീ അതിന് പോകണമെന്ന് പറഞ്ഞു. 7 ദിവസത്തെ ക്യാമ്പാണ്. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛന് ആ സമയത്ത് അച്ഛൻ സഹകരിച്ചു. അപ്പം അങ്ങാടിക്കലാണ് ഒരു ക്യാമ്പ്, ഒരു സ്കൂളിൽ, അങ്ങാടിക്കൽ ട്രെയിനിങ് സ്കൂളിലൊരു ക്യാമ്പ്.
ആ ക്യാമ്പിൽ ഒരാഴ്ചത്തെ ക്യാമ്പാണ്. ഈ ക്യാമ്പിന് പോകുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ RSമായിട്ടുള്ള ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ആർക്കും RSനെ കുറിച്ച് അറിയില്ല. അമ്മയുടെ താല്പര്യം കൊണ്ട് മാത്രം, അമ്മ പത്രം വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എല്ലാവരെയും അറിയാമായിരുന്നു, പത്രത്തിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ. അമ്മ മാനസികമായിട്ടൊരു സോഷ്യലിസ്റ്റ് അനുഭവിയായിരുന്നു. എങ്കിൽ പോലും വാജ്പേയിയെക്കുറിച്ചൊക്കെ വായിക്കുമായിരുന്നു, NG ഗോറയെക്കുറിച്ച് വായിക്കുമായിരുന്നു, മദലിമയെക്കുറിച്ച് വായിക്കുമായിരുന്നു. അമ്മയുടെ ഒരു വലിയൊരു ആരാധന ഉണ്ടായിരുന്നു ആ സമയത്ത് സോഷ്യലിസ്റ്റ് നേതാവായിട്ടിരുന്ന, പിന്നെ ആ സമയത്ത് സോഷ്യലിസ്റ്റ് നേതാവായിട്ടിരുന്ന ഒരാൾ ലോഹ്യ, രാം മനോഹർ ലോഹ്യ. കാരണം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പിന്നീട് അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് അമ്മയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. എങ്കിൽ പോലും എന്നോട് പറഞ്ഞു RS പോകണം. RS എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, ഒരു ഹിന്ദു സംഘടനയാണ്, നല്ല സംഘടനയാണെന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസത്തിൽ അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ പോയിട്ട് അവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നി. ഞാനവിടെ വന്നിട്ട് പിന്നെ ഞാനാണ് അവിടെ ആലയിൽ ശാഖ തുടങ്ങുന്നത്, RSൻ്റെ ശാഖ തുടങ്ങുന്നത്. ആ സമയത്ത് PP മുകുന്ദൻ എന്ന് പറയുന്ന ആളായിരുന്നു അവിടെ താലൂക്ക് പ്രചാരകനായിട്ട് സംഘത്തിൻ്റെ. അപ്പം അദ്ദേഹത്തിനോടുള്ള ഒരു പ്രത്യേക പേഴ്സണലായിട്ടുള്ളൊരു അടുപ്പമുണ്ടായിരുന്നു. സേതുമാധവൻജി എന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങളുടെ ജില്ലാ പ്രചാരകനായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം സീനിയറായിട്ടുള്ള സംഘത്തിൻ്റെ നേതാക്കന്മാർ ഒരാളാണ് ഇപ്പോഴും കേരളത്തിൽ. ഇവരുടെ രണ്ടുപേരുടെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്യൂട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്. ഞാനവിടെ ശാഖ തുടങ്ങി. പിന്നെ അടുത്ത പല സ്ഥലങ്ങളിൽ ശാഖ തുടങ്ങി. അപ്പോൾ അവിടെ CPMൻ്റെ അല്ല മറ്റുള്ള എതിർപ്പുണ്ടായിരുന്നു RSS ശാഖ? CPMൻ്റെ എതിരെ പത്രം ഇല്ലായിരുന്നു. കാരണം കേരളത്തിൽ ആ സമയത്ത് കേരള കോൺഗ്രസ് അതിശക്തമായിട്ടുള്ളൊരു, പ്രത്യേകം ഞങ്ങളുടെ ഏരിയയിൽ അതിശക്തമായ മൂവ്മെൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ കർഷക സംഘമെന്ന് പറഞ്ഞിട്ട് ജോൺ ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള, അതിൽ അച്ഛനും ആക്റ്റീവായിരുന്നു. അപ്പോൾ ഈ കർഷക സംഘവും പക്ഷേ മാർക്സിസ്റ്റുകാരുടെ തൊഴിലാളി യൂണിയനുമായിട്ട് ഭയങ്കരമായിട്ട് സംഘർഷം നടക്കുന്ന സമയമായിരുന്നു. ഈ ട്രാക്ടറൊക്കെ വന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മുന്നിൽ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റായിട്ട് വന്ന് കത്തിച്ചു. വീട് ദിവസം വളഞ്ഞു അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സംഘർഷത്തിൻ്റെ ഒരു കാലമായിരുന്നു ഞാൻ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത്. അച്ഛൻ പല ദിവസങ്ങളിലും വീടിൽ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട്, കാരണം കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലുമെന്നുള്ളതിലേക്ക്. അപ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റുകാർക്ക് അന്നേ ഉള്ളതാണ്. അന്ന് ഈ വാരിക്കുന്തമൊക്കെ വെച്ചിട്ട് അവർ വലിയ പ്രൊസഷൻ നടത്തും. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിനെക്കാട്ടി അന്ന് ആക്റ്റീവ് കേരള കോൺഗ്രസ് ആയിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ. അവരാണ് കർഷക യൂണിയൻ്റെ നേതാക്കൾ എന്നുള്ള നിലയ്ക്ക്. കാരണം ബേസിക്കലി കർഷകർ, ഇടത്തരം കർഷകരുടെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ളൊരു മനസ്സിലായി. അങ്ങനെയുള്ളൊരു സംഘടനയായിരുന്നു. അപ്പം അങ്ങനെ അതിൽ അച്ഛൻ ആക്റ്റീവായിരുന്നു. അച്ഛൻ എന്നോട് എതിർപ്പ് വന്നിരുന്നതെന്ന് പറയുന്നത്, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, കാരണം ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വരുന്ന സമയത്ത് ജനസംഘത്തിൻ്റെ കാൻഡിഡേറ്റ് വരും. അപ്പം RSS എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവരോടാണ് പ്രതിപത്തി. അപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞു, എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവരെന്തിനാണ് കാൻഡിഡേറ്റ് നിർത്തേണ്ട കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇവർ പിടിക്കുന്ന ഓരോ വോട്ട് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് ഉതകുന്ന വോട്ടുകളാണ്. അപ്പം ജനസംഘ വോട്ട് പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തൂക്കുക, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് തൂക്കുന്നത്. അതുകൊണ്ട് ഇവർ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പാടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛന് രാഷ്ട്രീയമായിട്ട് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം നിന്നു. ആര്? ഞാൻ ജനസംഘം, അന്ന് പക്ഷേ ഞാൻ കുഞ്ഞാണ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. എനിക്ക് വോട്ടൊന്നുമില്ല. അപ്പൻ്റെ രാഷ്ട്രീയമാണോ മക്കളുടെ? അന്ന് അച്ഛനെ നിഷേധിക്കാൻ തോന്നിയത്? നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഈ വിഷയങ്ങളിൽ വീട്ടിലെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ രാഷ്ട്രീയം കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്, എൻ്റെ രാഷ്ട്രീയം ജനസംഘത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ തരത്തിൽ. പക്ഷേ അമ്മ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഞാൻ അധികകാലം അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ അല്ല, NSS പന്തളം കോളേജ്. പന്തളത്ത് കോളേജിൽ ABVP എന്ന് പറയുന്ന സംഘടന തുടങ്ങിയത് ഞാനായിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. ഒരു തവണ ജയിക്കുകയും ചെയ്തു ആ സമയത്ത് ആർട്സ് ക്ലബിൻ്റെ. അതെ, ശരി, അതെ. അപ്പം അവിടെ പന്തളത്ത് കോളേജിൽ അവിടെ നിന്ന് NSSൻ്റെ ഒരു സ്റ്റുഡൻറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, NDP എന്ന് പറഞ്ഞു. NDPയുടെ സ്റ്റുഡൻറ്റ് യൂണിയൻ. NDPയുടെ ഒരു സ്റ്റുഡൻറ്റ് യൂണിയൻ. അവരും ഞങ്ങളുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കി. ആ അലയൻസൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ബേസിക്കലി ഞാനും ഞങ്ങളുടെ ആൾക്കാരും കൂടെ ആയിരുന്നു. എന്നാൽ ഉപേന്ദ്രനാഥ ഗ്രൂപ്പൊക്കെ അവിടെ വരുമായിരുന്നു പ്രസംഗിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങളവിടെ ഇലക്ഷൻ നടത്തി. കുറേ സീറ്റുകൾ ഞങ്ങൾ ജയിച്ചു ഈ യൂണിയൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ഒരു നല്ല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവേഷൻ കഴിഞ്ഞതോടുകൂടി ഞാൻ അവിടുന്ന് വിട്ടു. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ സാഗർ യൂണിവേഴ്സിറ്റി പോയി MA പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ രാഷ്ട്രീയമായിട്ട് നടന്നുകൊണ്ട് വാസ്തവത്തിൽ എനിക്ക് കിട്ടിയ മാർക്ക് കുറവായിരുന്നു. 50% കഷ്ടിച്ചുള്ളായിരുന്നു. അപ്പോൾ 50% താഴെയുള്ളവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടത്തില്ല MAക്ക്. അങ്ങനെയാണ് സാഗറിൽ പോകുന്നത്. ഞാൻ പിന്നെ MA എടുത്തു. പിന്നെ അങ്ങനെ നോർത്ത് ഇന്ത്യ പോയി. പ്രത്യേകിച്ച് ഈ BJPയുടെ RSൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടും കൂടെ അത് കൂടുതൽ എനിക്ക് സന്തോഷകരമായിട്ട് തോന്നി. ഐ കണ്ടിന്യൂഡ് ദെയർ.
അല്ല ഞാൻ ചോദിച്ചത് അന്ന് ഈ BJP ഒന്നും അധികാരത്തിൻ്റെ അന്ന് BJP ഇല്ല അല്ലേ, ജനസംഘമേ ഉള്ളൂ. ജനസംഘമേ ഉള്ളൂ. ഓ, അധികാരത്തിൻ്റെ ഒരു വിദൂര സാധ്യത പോലും ഇല്ല. യാതൊരു സാധ്യതയില്ല. പിന്നെ എന്താണ് അവിടെ അടിയുറച്ചു നിന്ന് അവിടെ ചെന്ന് പ്രവർത്തിക്കാൻ കാര്യമായത്? അല്ല, അന്ന് ഐഡിയോളജി ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഐഡിയോളജി ഒന്നേ, പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ RSSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കാട്ടിൽ അതിലെ വ്യക്തികൾ, പ്രചാരകന്മാർ, അന്നുള്ള പ്രചാരകന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിരുന്നു. വളരെ വ്യക്തിപരമായിട്ട് നമുക്ക് നിഷ്കാമകർമ്മികളായിരുന്നു. അതെ, ആ ഒരു ബന്ധം, ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാസ്തവത്തിൽ ഒരു RSകാരനാകുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വ്യക്തികളാണ്. ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ ഭാഗമാകും. അതിനുശേഷമാണ് ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാകുന്നത് പോലും. അപ്പം ഞാനൊരിക്കൽ നമ്മുടെ സത്സംഗചാലകമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, അന്നൊക്കെ നിങ്ങൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, ശുദ്ധ സാത്വിക പ്രേം അപ്ന കാരിക ആധാര എന്ന ഒരു പാട്ടുണ്ട്, സംഘഗീതമാണ്. എന്ന് വെച്ചാൽ ശുദ്ധ സാത്വിക പ്രേം അപ്ന കാര്യക ആധാര, ദ ബേസിക് ഐഡിയോളജി ഓഫ് ദ ഓർഗനൈസേഷൻസ് ദാറ്റ് സ്പിരിച്വൽ ലവ്, ദാറ്റ് ഒരു ടോട്ടൽ സ്നേഹം, പരസ്പര ബന്ധം. ആ ഒരു ബന്ധത്തിലാണ് ഈ പ്രസ്ഥാനം വളർന്നതും വളർത്തിയെടുത്തതും. അത് ഒരുപാട് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഭാഗമായിട്ടുണ്ട്. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സെക്കൻഡറി. നമ്മളൊരു വേറൊരു സ്റ്റേജ് വരുമ്പോഴേ ഐഡിയോളജി ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഈ സാഗർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ABVP ഉണ്ടായിരുന്നു. അവിടെ ABVP ഉണ്ടായിരുന്നു. മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള RSS ജനസംഘ യൂണിറ്റ് ഉള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്നും അന്നും ആ കേഡർ സംവിധാനവും പ്രവർത്തകരും ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷനും കംപ്ലീറ്റായിട്ട് ഉള്ള ഏറ്റവും വലിയ ഒരു സംസ്ഥാനം മധ്യപ്രദേശുള്ള ആ ഒരു അടിത്തറ വേറെ ഒരു സംസ്ഥാനത്തിലും. അന്ന് ABVP ഒക്കെ അവിടെ മത്സരിച്ചു? അവിടെ ഇല്ല, മത്സരിച്ചൊന്നുമില്ല. ABVPയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് കുറച്ചു കാലം സംഘമായിട്ട് ബന്ധമുണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതെ, ആ സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരൊന്നും ഇങ്ങനെ ഇപ്പോഴത്തെ പോലുള്ള നേതാക്കന്മാരല്ല. അന്ന് രാജമാതാ വിജയരാജ സിന്ധ്യ, അല്ലെ കൈലാസ് ജോഷി, കൈലാസ് സാരംഗ്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ വീരേന്ദ്രകുമാർ സക്ലേച്ച, ഈ നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേതാക്കന്മാരെന്നുള്ള നിലയ്ക്കല്ല. നമ്മളൊരു മൂത്ത ബ്രദറെ പോലെ അല്ലെങ്കിൽ ചേച്ചിയെ പോലെ രാജമാതാ പോലും ആണെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് പോയി പറയാൻ സാധിക്കും, സംസാരിക്കാൻ സാധിക്കും. ഒരു ആക്സസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇഷ്യൂ അല്ലായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പോയിട്ട് ഇവിടെ ജനസംഘത്തിൻ്റെ കാര്യാലയമുണ്ട് ഭോപ്പാലിൽ, അവിടെ പോയി കിടന്നുറങ്ങുമായിരുന്നു. സംഘകാര്യാലയം ഉണ്ടായിരുന്നു, അവിടെ പോയി ഉറങ്ങുമായിരുന്നു. ഇവിടെ താമസിക്കും, ഭക്ഷണം കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ ഈ RSSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ദർ ഇസ് ദറ്റ് സെൻസ് ഓഫ് ബ്രദർഹുഡ്. എവിടെ പോയി കഴിഞ്ഞാലും ആരെങ്കിലും നമ്മളെ അറിയുന്നവരുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ RSSൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു ആർ അക്സെപ്റ്റഡ് ദയർ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ വെച്ചാൽ നിങ്ങളെക്കുറിച്ചൊരു സംശയമില്ലാർക്കും, നിങ്ങളെ അതിൻ്റെ ഭാഗമായിട്ട് ഉടനെ തന്നെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ദെൻ യു ക്യാൻ സ്റ്റേ ദെയർ ഫോർ എ ഫ്യൂ ഡേയ്സ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിന്നും അങ്ങ് പിന്നെ PG കഴിഞ്ഞതിന് ശേഷമുള്ള അപ്പം ഞാൻ ഈ പഠിക്കുന്ന സമയത്താണ് എമർജൻസി വന്നു. 75 എമർജൻസി വന്നു. അപ്പോൾ എമർജൻസി വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ രീതി മാറി. അപ്പം അറസ്റ്റ് ചെയ്യപ്പെടാത്തവർ, ഞാൻ കേരളത്തിലുണ്ടായിരുന്നു, എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. എല്ലാവരെയും അറസ്റ്റ്, എൻ്റെ കൂടെ അന്ന് ABVP ഉണ്ടായിരുന്ന പലരെ അറസ്റ്റ്. എമർജൻസിക്കെതിരെ പ്രവർത്തിച്ചു. പക്ഷേ ഞാൻ എന്തൊക്കെയുണ്ടാണ് പ്രവർത്തിച്ചത്. അപ്പം എൻ്റെ കൂടെ അന്ന് പ്രവർത്തിച്ച ആൾക്കാർ, അതായത് ഇവിടെ പന്തളത്ത് കോളേജിലുണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ ശ്രീധരൻപിള്ള, മസൂദന്, അവരൊക്കെ അന്ന് ഉണ്ടായിരുന്ന ABVPയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ അറസ്റ്റ് ചെയ്ത ആ സമയത്ത്. ഒരു പത്മനാഭനുണ്ടായിരുന്നു. കേരളത്തിലുണ്ടായിരുന്ന ഞാനും അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. ഞാൻ കേരളത്തിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ പോലീസുകാർ പോവുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്. പക്ഷേ ഞാൻ മധ്യപ്രദേശിലായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ മുഖ്യമായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റിനെ കുറിച്ച് അതിനെ സഹായിക്കുക, ലിറ്ററേച്ചർ തയ്യാറാക്കുക. അന്ന് ഞാൻ എഴുതുമായിരുന്നു. പന്തളത്ത് പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിലും പന്തളി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മാസിക ഉണ്ടായിരുന്നു, അതിൻ്റെ എഡിറ്റർ എന്നുള്ളതൊക്കെ വർക്ക് ചെയ്യായിരുന്നു. റെഗുലറായിട്ട് ഞാൻ എഴുതുമായിരുന്നു. കോളേജ് മാഗസിനിൽ സ്ഥിരമായിട്ട് 3-4 ആർട്ടിക്കിൾ എഴുതുമായിരുന്നു, ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും. ആ തരത്തിൽ ഒരു റൈറ്റിംഗ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം എമർജൻസിയുടെ സമയത്ത് അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചർ തയ്യാറാക്കാൻ ഒരു വലിയൊരു സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ എഴുതി, അത് ഇംഗ്ലീഷിൽ എഴുതി. ആ സമയത്ത് വേറെ പ്രസിദ്ധീകരിക്കാനും തുടങ്ങിയിട്ടില്ല? ഇല്ല, അത് പ്രസിദ്ധീകരിക്കാനേ പറ്റില്ല. കാരണം ഇതെന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചറാണ്. എമർജൻസിയുടെ സമയത്ത് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പത്രങ്ങളിലൊന്നും നമുക്കൊന്നും എഴുതാനൊക്കത്തില്ല, പത്രത്തിൽ വാർത്ത പോലും വരില്ല. പക്ഷേ ഈ എമർജൻസിയെ നമ്മൾ ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റ് കൂടാണ്. ഒരുപാട് ലിറ്ററേച്ചർ തയ്യാറാക്കി അത് സർക്കുലർ സ്റ്റേജിൽ ചെയ്തിട്ട് ഓരോ വീടുകളിൽ എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ വർക്ക് അതായിരുന്നു. അതാണ്
ആ സമയത്ത് നരേന്ദ്രമോദിയും ചെയ്തത്. നരേന്ദ്രമോദി മുഴുവൻ ഗുജറാത്തിൻ്റെ അന്ന് മോദിജി എവിടെയായിരുന്നു? ഗുജറാത്തിലായിരുന്നു. ഏകദേശം അന്ന് എനിക്ക് പരിചയമില്ല അദ്ദേഹത്തിന്. ഇല്ല, അദ്ദേഹം സംഘത്തിന്റെ പ്രവർത്തകനാണ്, അന്ന് പ്രചാരകനാണ്. പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിടുത്തെ അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റ് കംപ്ലീറ്റ് നിയന്ത്രിച്ചിരുന്നത് മോഡിയായിരുന്നു. അന്ന് മോദി ഇത് തന്നെ ഗുജറാത്തിൽ പ്രചാരകനെ പ്രവർത്തിക്കുന്നു. അതെ. അങ്ങ് PG പൂർത്തിയാക്കുന്നു. പൂർത്തിയാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു? തീരുമാനിച്ചു പൂർത്തിയാക്കിയിട്ട് ഞാൻ ജോലിയെക്കുറിച്ച് ആഗ്രഹിച്ചില്ലേ? അല്ല, ജോലി ചെയ്യാൻ ആഗ്രഹിച്ചത്. എനിക്ക് ജോലി വേണമെന്നായിരുന്നു ആഗ്രഹം. തന്നെയല്ല, എനിക്ക് വീട്ടിലെ സാമ്പത്തികമായിട്ട് അമ്മയെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ മരിക്കുകയും ചെയ്തു. എൻ്റെ രണ്ട് അനിയന്മാരുണ്ടായിരുന്നു, ഒരു സിസ്റ്ററുണ്ട്. അവർ പഠിക്കായിരുന്നു. ഇപ്പോൾ അവരെല്ലാം ജോലിയുണ്ട്, അവരെല്ലാം പ്രായമായി സെറ്റിൽ ഉണ്ടായിരുന്നു. ആ തലത്തിലാണ് ഞാൻ. അപ്പം അന്ന് ഞാൻ അപ്ലൈ ചെയ്തു UNA-യിൽ. അല്ല, സർക്കാർ ഉദ്യോഗം ആഗ്രഹിച്ചില്ല, പത്രപ്രവർത്തനമായിരുന്നു താല്പര്യം. പത്രപ്രവർത്തനം കാരണം നേരത്തെ എഴുതുന്നുണ്ടായിരുന്നുകൊണ്ട് എഴുതുന്നതിനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കേസരിയിൽ എഴുതുമായിരുന്നു. പഠിക്കുന്ന സമയത്ത് കേസരി എൻ്റെ 1-2 ആർട്ടിക്കിൾ ആ സമയത്ത് പബ്ലിഷ് ചെയ്ത് വന്നായിരുന്നു. പിന്നെ പന്തളത്ത് പഠിക്കുന്ന സമയം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ പന്തളി എന്ന് പറഞ്ഞ ഞങ്ങളുടെ മാഗസിനിൽ റെഗുലറായിട്ട് പബ്ലിഷ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ജേർണലിസം എനിക്ക് പറ്റിയ ഒരു ജോബാണെന്ന് എനിക്ക് തോന്നി. ജേർണലിസം പഠിച്ചിട്ടില്ല. എന്നിട്ട് UNA-യിൽ അപേക്ഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അന്ന് എമർജൻസി കഴിഞ്ഞപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത്. എമർജൻസി കഴിഞ്ഞപ്പോഴേ ഹിന്ദുസ്ഥാൻ സമാചാരം എന്ന് പറഞ്ഞിട്ട് RSSൻ്റെ ഒരു പബ്ലിക്കേഷൻ ഇതുണ്ടായിരുന്നു, ഒരു ന്യൂസ് ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂസ് ഏജൻസിയിൽ അവിടെ ബാലേശ്വർ അഗർവാൾ എന്നൊരു ആളാണ് ജനറൽ മാനേജർ. അപ്പം പരമേശ്വർജി ആ സമയത്ത് ഡൽഹിയിലുണ്ടായിരുന്നു. പരമേശ്വർജിയുടെ അപ്പോഴത്തേക്ക് പരിചയമായിരുന്നു. അന്നാണ് പരിചയപ്പെടുന്നത്. പരമേശ്വരി ഞാൻ ഭോപ്പാലിലുള്ള സമയത്ത് എമർജൻസി കഴിഞ്ഞപ്പോൾ പരമേശ്വരി ഞാനൊരു കത്തെഴുതി, ഞാനിങ്ങനെ ഡൽഹി വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പരമേശ്വരി ഉടനെ മറുപടി അയച്ചു, വരാൻ പറഞ്ഞു. അവിടുത്തെ ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം അന്ന് ഡയറക്ടറാണ്. അദ്ദേഹം ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ് പരമേശ്വരി. അന്ന് പരമേശ്വരി, അതെ. എമർജൻസി കഴിഞ്ഞപ്പോൾ 77 അപ്പോൾ അന്ന് ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. പക്ഷേ BJP വാസമുള്ള, അതായത് BJP അല്ല, ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് വെരി പവർഫുള്ളായിരുന്നു. അപ്പോൾ ഈ ഏജൻസികളൊക്കെ കൂടെ റിവൈവായി. നേരത്തെ ഇതെല്ലാം ബാൻ ചെയ്ത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എമർജൻസിയിൽ. പക്ഷേ ഹിന്ദുസ്ഥാൻ സമയം റിവൈവായി. ബാലേശ്വർ അഗർവാളിയുടെ പരമേശ്വരി എന്നെ കൊണ്ടിട്ട് ബാലേശ്വർ അഗർവാളിൻ്റെ അടുത്ത് പോയി. എന്ന് പറഞ്ഞ് ബാലശങ്കർ ഡൽഹിയിൽ ജോലിക്ക് വന്നതാണ്, പുള്ളിക്ക് ജോലി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ബാലേശ്വർജി പറഞ്ഞു, കൂടുതൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷാണല്ലോ സൗകര്യം, സോ ഐ വിൽ ടേക്ക് ഹിം ടു മർച്ചന്താനി എന്ന് പറഞ്ഞിട്ട്, മർച്ചന്താനിയാണെന്ന് UNA-യുടെ ജനറൽ മാനേജർ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അയക്കുന്നുണ്ട്, യു സീ ഹിം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചെന്ന ഉടനെ മർച്ചന്താനി ഉടനെ എന്നോട് ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞു. ഫില്ലപ്പ് ചെയ്തു. ആൻഡ് യു ക്യാൻ ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് യു വിൽ ഗെറ്റ് യുവർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, യു ക്യാൻ ജോയിൻ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ആ സമയത്ത് ഡൽഹി ബ്യൂറോയിൽ BRP ഭാസ്കറാണോ അവിടെ ഉള്ളത്? ബാബു ഭാസ്കർ ഉണ്ടോ? ഭാസ്കർ എനിക്ക് അന്ന് പരിചയം, അവരെയാരെയും ഞാൻ അന്ന് പരിചയപ്പെടുന്നില്ല. അന്നൊരു കൽക്കൂർ എന്നൊരാളായിരുന്നു, ഹി വാസ് നമ്പർ 2. കൽക്കൂറിനെ അറിയാം, ഇദ്ദേഹത്തിനെ കണ്ടു, വേറെ ആരെയും ഞാൻ അവിടെ കണ്ടിരുന്നില്ല ഓഫീസിൽ പോയ സമയത്ത്. അപ്പം അവിടെ താമസിച്ചത് ഞാൻ പരമേശ്വരിയുടെ കൂടെ അന്ന് കാര്യാലയത്തിലാണ്, RSSൻ്റെ കാര്യാലയത്തിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് പരമേശ്വരിയാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന നോക്കുക. ഒരാഴ്ച 2-3 ആഴ്ചത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ഇൻ്റലക്ച്വൽ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ബൗദ്ധിക് പ്രമുഖ, അഖിൽ ഭാരതീയ ബൗദ്ധിക് പ്രമുഖ ബാബുറാവ് മോഖെ എന്നൊരാളുണ്ട്. അദ്ദേഹം വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, വളരെ സീനിയർ, അതായത് ഹയറാർക്കിനകത്ത് നമ്പർ 3 എന്ന് പറയും, നമ്പർ 3 നമ്പർ 4 എന്ന് പറയും. നമ്മുടെ ഹരിയേട്ടനെ ആ പൊസിഷന് പിന്നീടിരുന്നു. ഈ RSSൻ്റെ രാജ്യത്തെ നമ്പർ 3 ആയിരുന്നു. നമ്പർ 3 നമ്പർ 4 എന്ന് പറയാം. ആ ഒരു ഹയറാർക്കിയിലെ ബൗദ്ധിക് പ്രമുഖ ഇൻ്റലക്ച്വൽ ഹെഡ് ബാബുറാവ് മോഖെ. അപ്പോൾ ഇദ്ദേഹത്തിനെ എവിടെ വെച്ച് കണ്ടു, കാര്യാലയത്തിൽ. അപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാ ഇവിടെ വന്നത് എന്തെന്നൊക്കെ പറഞ്ഞ് എന്നോട് കുശലൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ UNA-യിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, യു റൈറ്റ് ഇംഗ്ലീഷ് വെൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ് ഐ റൈറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഐ എം ലുക്കിംഗ് ഫോർ എ പേഴ്സൺ ഹു ക്യാൻ റൈറ്റ് ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞു ഐ എം ഗോയിങ് ടു ജോയിൻ UNA. അപ്പം എന്നോട് പറഞ്ഞു, യു തിങ്ക് ഇറ്റ് ഓവർ, ഐ വാണ്ട് എ പേഴ്സൺ ആൻഡ് ഐ വാണ്ട് എ പ്രചാരക്, ആൻഡ് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് യു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് പരമേശ്വരിയോട് പറഞ്ഞു. പരമേശ്വരി ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഇദ്ദേഹം സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം താഴെ വന്നിട്ട് ഞാൻ പരമേശ്വരി പറഞ്ഞു, മോഖേജി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വാസ്തവത്തിൽ UNA-യിൽ അടുത്ത തിങ്കളാഴ്ച പോയി ജോയിൻ ചെയ്യേണ്ടതാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പരമേശ്വരി ചിരിച്ചിട്ട് പറഞ്ഞു, മോഖേജി പറഞ്ഞാൽ പിന്നെ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പറ്റത്തില്ലെന്ന് പറയാത്ത നിവർത്തിയില്ല, കാരണം ഐ നീഡ് ദ ജോബ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആലോചിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേസരിയിൽ എഴുതുമായിരുന്നു. അപ്പം കേസരിയിൽ ഇതേ സമയത്ത് ഇതുപോലെ കേസരിയിൽ എഴുതിയിട്ട് ഒരു ആർട്ടിക്കിൾ വന്നു. ഈ ആർട്ടിക്കിൾ
പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ചെറിയ തുക എനിക്ക് 400 രൂപ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഈ 400 രൂപ എന്നപ്പോഴേ ഞാൻ ഇത് സൈൻ ചെയ്ത് മേടിച്ചു ഈ 400 രൂപ. പരമേശ്വരൻ എന്നോട് ചോദിച്ചു, ഓർഗനൈസറോ പാഞ്ചേനിന്നൊന്നും ആരെങ്കിലും സ്വയം സേവകർ പൈസ വാങ്ങാൻ പാടില്ല, ഇത് തിരിച്ചയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാശ് തിരിച്ചയച്ചു. അപ്പോൾ പരമേശ്വരൻ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പളിൻ്റെ അപ്രോച്ച് അതായിരുന്നു. അപ്പോൾ എന്നോട് മോഖേജി ഈസ് എ സീനിയർ മാൻ, അദ്ദേഹം സംഘത്തിൻ്റെ അധികാരിയാണ്, അപ്പോൾ അദ്ദേഹത്തിനോട് നോ ആരും പറയത്തില്ല, സോ യു തിങ്ക് ഇറ്റ് ഓവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നെ ജോയിൻ ചെയ്യുന്നില്ല. സോ ഐ ടുക്ക് അപ്പ് ദ ജോബ് ദാറ്റ് മോഖേജി ഗേവ് മി. മോഖേജി തന്ന ജോലി എന്ന് പറയുന്നത് അന്ന് RSSൻ്റെ കേന്ദ്രീയ കാര്യാലയം, അതായത് ഡൽഹിയിലെ കേന്ദ്രീയ കാര്യാലയം മാധവ് നിവാസ്, അവിടെ ഒരു വലിയൊരു ഹാളുണ്ട്, ഒരു ഗ്രൗണ്ട് ഫ്ലോർ, അത് നിറച്ച് ലിറ്ററേച്ചർ, ഈ അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചർ, വിവിധ ഭാഷകളിലുള്ള ലോകത്ത് മുഴുവനുള്ള ലിറ്ററേച്ചർ, അത് മുഴുവൻ അവിടെ കുന്നുകൂടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ RSS എമർജൻസി കഴിഞ്ഞപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ സ്ഥലത്തുമുള്ള പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത എല്ലാ ലിറ്ററേച്ചറും ഇവിടേക്ക് അയക്കണം, ഇതിവിടെ കളക്ട് ചെയ്തു, വി വാണ്ട് ടു ഡോക്യുമെൻറ്റ് ചെയ്തിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ദേ ഡിസൈഡഡ് ടു ഹാവ് എ സോഴ്സ് ബുക്ക് ഓൺ എമർജൻസി, ഹൗ വി ഫോട്ട് എമർജൻസി, വാട്ട് വാസ് എമർജൻസി, വാട്ട് വാസ് ദ ഹിസ്റ്ററി ഓഫ് എമർജൻസി, അതിനകത്ത് എന്തൊക്കെ ലിറ്ററേച്ചർ നമ്മൾ യൂസ് ചെയ്തു, അതൊക്കെ അങ്ങനെയുള്ള ഈ വർക്കാണ് ഇദ്ദേഹം എന്നെ ഏൽപ്പിക്കാൻ. കാരണം ഇതിനു വേണ്ടി ഒരാളില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഈ വർക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ ആ സമയത്ത് മുഖേജി പറഞ്ഞു, യു ആർ ന്യൂ, അപ്പം നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് സം ഗൈഡൻസ് ഫ്രം സംബഡി, ഐ വിൽ സെൻഡ് എ സീനിയർ പേഴ്സൺ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മോഡിജി അവിടെ വരുന്നത്, അവിടെ എത്തുന്നു. അതെ, അപ്പം മോഖേജി പറഞ്ഞു എ സീനിയർ പേഴ്സൺ വിൽ കം ആൻഡ് യു വിൽ ഗൈഡ് യു ഇനിഷ്യലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മോഡിജി അവിടെ വരുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് മോഡിജി ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ മോദിജി അവിടെ പ്രചാരകനാണ്. മോഡിജി അവിടുത്തെ പ്രാന്ത പ്രചാരക്കായിരുന്നു ഗുജറാത്തിൽ ആ സമയത്ത്. സഹപ്രാന്ത പറഞ്ഞാൽ പ്രാന്ത പ്രചാരം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഹെഡാണ്, അതിൻ്റെ താഴത്തെ ആളാണ്. അപ്പം സഹപ്രാന്ത പ്രചാരമൊക്കെ ആക്ച്വലി അദ്ദേഹം വിഭാഗ് പ്രചാരകായിരുന്നു, ഒരു പ്രത്യേക ഏരിയയുടെ. പക്ഷേ യു വാസ് ഗോയിങ് ടു ബി ദ സഹപ്രാന്ത പ്രചാരക് ആൻഡ് ഭൗതിക് പ്രമുഖ് എന്ന് പറഞ്ഞിട്ട് അവർ അപ്പോയിൻ്റ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് അദ്ദേഹം വരുന്നത്. കാരണം ഈ എമർജൻസി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഗുജറാത്ത് എമർജൻസിയിലൂടെ എന്നും പറഞ്ഞിട്ട് ഗുജറാത്തിയിലൊരു പുസ്തകം എഴുതി, അതിപ്പോൾ മറ്റു ഭാഷകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം നല്ല പോപ്പുലറായിരുന്നു, നല്ല ബുക്കായിരുന്നു. ആ ഒരു പശ്ചാത്തലം കൂടെ ഉള്ളതുകൊണ്ടാണ് മോഡിയെ ഇവിടെ വിളിച്ചത്. പക്ഷേ ഈ ഇത്രയും ഒരു ഫിസിക്കൽ ലേബർ ചെയ്യാൻ പറ്റിയ ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ കുട്ടിക്കിടക്കുകയായിരുന്നു, ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഒരു മാസങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുക, ഈ വന്ന ലിറ്ററേച്ചർ ലോകത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ ഇത് സോർട്ട് ഔട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ ആദ്യത്തെ വർക്ക്. അങ്ങനെയാണ് മോഡിജി വരുന്നത്. മോഡിജി വന്നിട്ട് വാസ്തവത്തിൽ അതിൻ്റെ രണ്ടുപേരും മാത്രം, ഞങ്ങൾ രണ്ടുപേരും കൂടെ താമസവും അവിടെ കാര്യാലയത്തിൽ തന്നെ താമസം. അടുത്തടുത്ത മുറിയിലോ അതോ ഒരു മുറിയിൽ തന്നെയോ? ആർക്കും മുറിയില്ലായിരുന്നു. അവിടെ വലിയൊരു ഹാളുണ്ട്, ആ ഹാളിനകത്ത് ഒരു പായ വിരിച്ചിട്ട് ഞങ്ങളെല്ലാം കിടക്കും. മോദിജി അടുത്തുണ്ടായിരുന്നു. അതെ, അതായത് വലിയൊരു കോംപ്ലക്സാണ്, ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കിടക്കാം. അപ്പം ചിലപ്പോൾ ഒന്നിച്ച് ഒരേ ഹാളിൽ കിടക്കും, ചിലപ്പോൾ ഞങ്ങൾ പോയി ടെറസിൽ പോയി കിടക്കും, അങ്ങനെ പലയിടത്തായിട്ട് കിടക്കും. പക്ഷേ അദ്ദേഹം 2 മാസം കൂടെ ഉണ്ടായിരുന്നു. 2 മാസം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ സോർട്ടിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അന്നത്തെ കുറിച്ച് പറഞ്ഞ അന്ന്. അത് ഞാൻ പറഞ്ഞു തരുന്നത്, അതായത് 90% വർക്ക് എന്ന് പറഞ്ഞാൽ അന്ന് മോഡിയാണ് ചെയ്തത്. ഞാൻ കൂടി നിന്നെന്നുള്ളതേ ഉള്ളൂ, എന്നെക്കാട്ടി കൂടുതൽ. കാരണം അദ്ദേഹത്തിന് ഈ ലിറ്ററേച്ചറുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, കൂടുതൽ ഭാഷകൾ അറിയാമായിരുന്നു. ഹിന്ദി ഹി വാസ് ഫ്ലുവൻ്റ്, ഗുജറാത്തി അറിയാമായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് മറാഠി ഹി കുഡ് ഹാൻഡിൽ. അപ്പോൾ എല്ലാ ഭാഷയിലുള്ള ലിറ്ററേച്ചറുണ്ട്. അപ്പോൾ ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ ഹി വാസ് വെരി ഫാസ്റ്റ്. അതിങ്ങനെ കുന്നുകൂടി കിടക്കാനാണ്, ഒരുപാട് ടെൻസ് ഓഫ് ലിറ്ററേച്ചറാണ് അത്. പക്ഷേ ഒന്നിൻ്റെ തന്നെ 100,000 കോപ്പി കാണും. അപ്പം ഇവർ സോർട്ട് ഔട്ട് തന്നെ 2-3 കോപ്പി എടുത്തിട്ട് ബാക്കി കളയും, അങ്ങനെയാണ്. അപ്പം അന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് വലിയൊരു അട്രാക്ഷൻ തോന്നി. ആൻഡ് എനിക്കൊരു കാരണം എന്ന് വെച്ചാൽ മൂന്നേട്ടൻ്റെ കൂട്ടൊരുമാതിരി കാണാനൊരു ഷേപ്പുണ്ടായിരുന്നു. മൂന്നേട്ടനോട് വന്നുള്ളൂ ഞാൻ പറഞ്ഞ താലൂക്ക് പ്രചാരം എന്നുള്ള നിലയ്ക്ക് ഒരടുപ്പം ഉണ്ടായിരുന്നു. ഹി വാസ് ക്ലീൻ ഷേവൻ. മോഡിജി അന്ന് ഈ താടിയൊന്നുമില്ല, ക്ലീൻ ഷേവൻ, ഹി വാസ് ഫെയർ, ഗുഡ് ലുക്കിംഗ് യങ് മാൻ, നല്ല ആൾ, നല്ല സ്നേഹമുള്ള മനുഷ്യൻ. സോ വി ഹാഡ് എ ഗുഡ് റാപ്പോ. അങ്ങനെ ഞങ്ങളിരുന്ന് വർക്ക് ചെയ്തു. പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, പലതും പുള്ളി പറയും, പുള്ളി രാഷ്ട്രീയം പറയുമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി ഹി വാസ് എ പേഷ്യൻറ്റ് വിത്ത് എ മൈൻഡ് ഫോർ പൊളിറ്റിക്സ്. അപ്പോൾ RSൻ്റെ പ്രചാരകന്മാർ സാധാരണ രാഷ്ട്രീയം പറയാറില്ല, പക്ഷേ ഹി വാസ് ഫുൾ ഓഫ് പൊളിറ്റിക്സ്. അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ പുള്ളി ഗുജറാത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഗുജറാത്തി പുള്ളിക്ക് അന്നെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനസംഘ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ജനതാ പാർട്ടിയായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്.
ബാബുഭായ് പട്ടേലായിരുന്നു അന്ന് ചീഫ് മിനിസ്റ്റർ. അപ്പം ജനസംഘത്തിൻ്റെ ഒരു ഹോപ്പൊന്നും ഉള്ള സമയമല്ല അവിടെ. പക്ഷേ മോഡിജി വാസ് വെരി ക്ലിയർ ദാറ്റ് ദിസ് ജനസംഘ് സെഗ്മെൻറ്റ് ഈസ് ഗോയിങ് ടു ബി ദ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഗുജറാത്ത്. എന്നോട് പറയുമായിരുന്നു അത് ബാലശങ്കർ കണ്ടു. ഫോർ ദ നെക്സ്റ്റ് 5-6 years ദ അറ്റ്മോസ്ഫിയർ ഈസ് സോ ഗുഡ് ഫോർ ദ ബി ജെ പി അന്നില്ല കേട്ടോ, ജനസംഘ്, ആൻഡ് വി ആർ ഗോയിങ് ടു ബി ഇൻ പവർ എന്ന് അന്ന് പറയുമായിരുന്നു എന്നോട്. അപ്പം അദ്ദേഹത്തിന് അന്ന് പൊളിറ്റിക്സ് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് തിരികെ പോയിട്ട് ഐ വിൽ ഗോ ടു ബി ജെ പി എന്ന് പറഞ്ഞാൽ ഐ വിൽ ഗോ ടു പൊളിറ്റിക്സ് സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അതിൽ പോകും. കാരണം ഇത് നമ്മൾ പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജനതാ പാർട്ടിയുടെ കാലഘട്ടമാണ്. അന്ന് ജനസംഘമില്ല, ജനസംഘം മേർജിഡ് ഇൻ ദ ജനതാ പാർട്ടി. എന്നിട്ട് ഈ ജനതാ പാർട്ടി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ബി ജെ പി ഉണ്ടാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അന്ന് മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആ സമയത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് വളരെ ക്ലിയർ ആയിരുന്നു, ഞാൻ പൊളിറ്റിക്സിൽ പോകും. പൊളിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ ദി ജനസംഘ് സെഗ്മെൻറ്റ് ഇൻ ദ ബി ജെ പി ഇൻ ദ ജനതാ പാർട്ടി ഈസ് ഗോയിങ് ടു ബി ദ പവർ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു അവിടെ ജനസംഘമൊന്നും ഇല്ലല്ലോ, വളരെ കുറച്ച് MLA 18 MLA ഉള്ളായിരുന്നു ജനസംഘത്തിനൊന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ. അപ്പം പറഞ്ഞു ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫോർ ബി ജെ പി. അവിടുത്തെ ആൾക്കാരെ കംപ്ലീറ്റ് ഒരു പ്രോ ജനസംഘമാണ്. കോൺഗ്രസ് വഴിക്ക് ഒരു ബേസ് ഇല്ല. കോൺഗ്രസ് വഴിക്ക് നേതാക്കന്മാരുണ്ട്, അന്ന് വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, ബാബുഭായ് പട്ടേൽ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ കേഡർ എന്ന് പറഞ്ഞാൽ ജനതാ പാർട്ടിയുടെ കംപ്ലീറ്റ് സംഘത്തിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ അദ്ദേഹം അന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ പുള്ളിയോട് ചോദിക്കുമായിരുന്നു, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബിക്കമിങ് ചീഫ് മിനിസ്റ്റർ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, വൺ ഡേ ഐ വിൽ ബി ചീഫ് മിനിസ്റ്റർ. അപ്പം സാധാരണ ഒരു പ്രചാരകനെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറഞ്ഞാൽ അചിന്ത്യമാണ്. ഒന്ന് പൊളിറ്റിക്സിനോടുള്ള താല്പര്യം, രണ്ടാമത് പൊളിറ്റിക്സിനകത്ത് ഒരു പൊസിഷൻ വഹിക്കുക എന്നുള്ളത്. പക്ഷേ പുള്ളി അന്ന് തന്നെ ഈ ഒരു തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു. എത്ര കാലം? 2-3 മാസമായി കഴിഞ്ഞ് പോയി. അദ്ദേഹം 2 മാസമേ ഉള്ളായിരുന്നു. 2 മാസം ഇത് കംപ്ലീറ്റ് സോർട്ട് ഔട്ട് ചെയ്തു. ഈ പറയുന്ന മെറ്റീരിയൽ ഒരു 1/10 കുറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ പല ഫയലുകൾ ഉണ്ടാക്കി, 10-200 ഫയലുണ്ടാക്കി. ഈ ഫയൽ സബ്ജക്റ്റ് വൈസ് ഇത് ചെയ്തു, അത് ഫയൽ ചെയ്തു. അതിനുശേഷം പിന്നെ വർക്ക് എൻ്റെ കയ്യിലായിരുന്നു. ഐ ഹാഡ് ടു വർക്ക് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. അത് വായിക്കുക, അതിൻ്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക, ഇൻഡെക്സ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു പോയതിന് ശേഷം കോൺടാക്റ്റ് ഉണ്ടായിരുന്നോ? പോയതിന് ശേഷം കുറേ നാളത്തെ കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, റെഗുലർ കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കാരണം RSSനകത്ത് അങ്ങനെയാണ്, സാധാരണഗതിയിൽ അങ്ങനെയുള്ളൊരു വലിയ കോൺടാക്റ്റ് ഒന്നും ആരും വയ്ക്കാറില്ല. പണി ചെയ്തു പോയി, അത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് സംഭവിച്ചു പിന്നെ? അങ്ങനെ മുമ്പോട്ട് എങ്ങനെ പോയി ഇത് കഴിഞ്ഞ്? അപ്പം അവിടുത്തെ ഈ വർക്ക് എന്നിട്ട് ഇതിന് ശേഷം ജനതാ പാർട്ടിയുടെ സർക്കാർ വീണു, കോൺഗ്രസ് സർക്കാർ വന്നു. കോൺഗ്രസ് സർക്കാർ വന്നപ്പോഴേ RSSനകത്ത് തന്നെ ഒരു തിങ്കിങ് വന്നു, ഇങ്ങനെയൊരു സോഴ്സ് ബുക്കിന് ആവശ്യമില്ലെന്നുള്ള നിലയ്ക്ക്. RSS തന്നെ ഒരു സോഴ്സ് ബുക്ക് ഓൺ എമർജൻസി എന്നുള്ള നിലയ്ക്ക് ഒരു പുസ്തകം നമ്മൾ തയ്യാറാക്കണ്ട, കാരണം അത് ദോഷം ചെയ്യും. കാരണം വെച്ചാൽ നമ്മളെങ്ങനെ ഫൈറ്റ് ചെയ്തു എന്നുള്ളത് ദാറ്റ് ഈസ് എ സ്ട്രാറ്റജി. വൈ ഷുഡ് വി എക്സ്പോസ് ദ സ്ട്രാറ്റജി ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തിങ്കിങ് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലരും പറഞ്ഞു, ഈ പുസ്തകം ഈ രീതിയിൽ പബ്ലിഷ് ചെയ്യേണ്ട, ഒരു ചെറിയ പുസ്തകം എന്നുള്ള നിലയ്ക്ക് 10-200 പേജുള്ളൊരു പുസ്തകം, അല്ലെങ്കിൽ 2-3 പുസ്തകങ്ങൾ തയ്യാറാക്കിയാൽ മതി, ബാക്കി ഈ വലിയ ഉദ്ദേശിച്ച രീതിയിലുള്ള സോഴ്സ് ബുക്ക് എന്നുള്ള നിലയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോജക്റ്റ് ഒരുമാതിരി മിഡ് വേ ഉപേക്ഷിച്ചു. ഞങ്ങൾ കംപ്ലീറ്റ് ലിറ്ററേച്ചർ തയ്യാറാക്കിയിരുന്നു, ഇൻഡെക്സ് ഉണ്ടായിരുന്നു, നോട്ട് പേപ്പർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടെ ഒരു അലമാരിയിൽ കൂട്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഓർഗനൈസർ ജോയിൻ ചെയ്തത്. ആ സമയത്ത് സബ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക്. അപ്പം ഈ വർക്ക് ചെയ്യുമ്പോൾ സാലറി കിട്ടിയായിരുന്നോ? ഇല്ല, ഇത് പ്രചാരകൻ എന്നുള്ള നിലയ്ക്കായിരുന്നു ഈ വർക്ക്. അല്ല, അപ്പം വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റില്ല? വീട്ടിലൊന്നും കൊടുത്തില്ല, ഇല്ല. ആ സമയത്ത് പ്രചാരകൻ എന്നുള്ളത്, കാരണം ഈ വർക്ക് എന്ന പ്രചാരൻ്റെ വർക്കാണ്. അവിടെ ഭക്ഷണം കഴിക്കും, അവിടെ തന്നെ താമസിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഓർഗനൈസർ ജോയിൻ ചെയ്തു? അതെ. അപ്പം ഞാനിപ്പോൾ സംഘത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞു, എനിക്ക് ജോലി വേണം, സോ ഐ വാണ്ട് ടു ഗോ എന്ന് പറഞ്ഞു. ഞാൻ പ്രചാരകൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓർഗനൈസറിൽ ഒരാളിൻ്റെ ആവശ്യമുണ്ട്. KR മൽക്കാനി വാസ് ദി എഡിറ്റർ അറ്റ് ദ ടൈം. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം അവിടെ വരുമായിരുന്നു. ഞങ്ങളുടെ ആഴ്ചയിൽ ഒരു തവണ ഈ വലിയ ആൾക്കാരെല്ലാം വരുന്നൊരു ശാഖയുണ്ട്, ഓൾ ടോപ്പ് ലീഡേഴ്സ്. ഓർഗനൈസർ വീക്കിലി ആണോ? അന്ന് ഓർഗനൈസർ വീക്കിലാണ്. അതെ. KR മൽക്കാനി വളരെ പ്രസിദ്ധനായിരുന്നു. KR മൽക്കാനി തുടക്കം തൊട്ടേ ഇതിനായിരുന്നു. പുള്ളിക്ക് പിന്നെ തുടക്കം തൊട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൽ കുറച്ച് കാലമുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി ഓർഗനൈസ് സബ് എഡിറ്ററായിട്ട് ഞാൻ ശമ്പളം അന്ന് എനിക്ക് 450 രൂപ. 450 രൂപ ശമ്പളത്തിലായിരുന്നു. എത്ര കാലം വർക്ക് ചെയ്തു? കുറച്ച് നാൾ അവിടെ ഞാൻ കരയിൽ തന്നെ താമസിച്ചു.
കാര്യാലയത്തിൽ താമസിച്ചുകൊണ്ട് അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ വെളിയിൽ പോയിട്ടൊരു മുറിയെടുത്തിട്ട് അവിടെ താമസിച്ചു. പിന്നെ ഞാൻ അപ്പം മുറിയെടുത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോഴേക്കും 450 രൂപ കൊണ്ട് അവിടെ ജീവിക്കാനൊക്കത്തില്ല. സോ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ ജോബ്. അങ്ങനെയാണ് ഞാൻ പ്രോവിൽ ജോയിൻ ചെയ്തു. അപ്പോൾ പ്രോവിൽ എനിക്ക് അന്ന് 3000 രൂപയായിരുന്നു ശമ്പളം. ഫ്രം 450 I got 3000 rupees. അപ്പം ഞാൻ പ്രോബ് മായ പ്രോബ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ വലിയ ടോപ്പ് മാഗസിനാണ്. അതെന്തായിരുന്നു? പൊളിറ്റിക്സ് ആണോ? പൊളിറ്റിക്സും എല്ലാം ഉണ്ടായിരുന്നു. സോഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ കവർ ചെയ്യുന്ന ഇന്ത്യ ടുഡേ പോലുള്ള ഒരു മാഗസിനായിരുന്നു അത്. പ്രോബ് ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് ഒരുപാട് സർക്കുലേഷനുള്ള ഈ മായ പബ്ലിക്കേഷൻ. അങ്ങനെ അവിടേക്ക് ജോയിൻ ചെയ്തു. മിത്ര പ്രകാശൻ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കേട്ട് കാണും. എത്ര കാലം വർക്ക് ചെയ്തു പ്രോബിൽ? അവിടെ ഞാനൊരു 11 മാസം 12 മാസം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീക്കിൽ ജോലി കിട്ടി. വീക്കിൽ ഐ ജോയിൻ ഇന്റർവ്യൂ. ആരായിരുന്നു? ഷേണായി ആയിരുന്നു അന്ന് ഷേണായി സാർ. എഡിറ്റർ. അതെ. വീക്കിൽ എത്ര കാലം തുടർന്നു? വീക്കിലെ 6 വർഷം. 6 വർഷം തുടർന്നു. എങ്ങനെയാണ് അന്നത്തെ അവിടുത്തെ അനുഭവം? അപ്പോൾ ഈ സംഘമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ല ആ സമയത്ത്? സംഘമായിട്ടിങ്ങനെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടായിരുന്നു. സംഘടനാപരമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. സംഘടനവരെല്ലാം ഉത്തരവാദിത്വം വിട്ടു. ഇവരാരും ചോദിക്കാൻ, എല്ലാ ഉത്തരവാദിത്വം ഇവരാരും ക്ഷണിക്കാറില്ല, വരാനൊന്നും പറയാറൊന്നുമില്ലായിരുന്നു. എല്ലാവരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഘടനാപരമായിട്ടുള്ള ബന്ധമെന്നുള്ള നിലയ്ക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പൊതുവെ ഞാൻ അറിയപ്പെട്ടിരുന്ന RS-കാരെന്നുള്ള നിലയ്ക്കായിരുന്നു വീക്കിനകത്താണെങ്കിലും. അപ്പോൾ BJPയുടെ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ എന്നോട് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ അയോധ്യ പ്രശ്നമുണ്ടായി എന്നോട് പറഞ്ഞ് പോകാൻ പറയും. ആ തരത്തിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ മനോരമ കുടുംബത്തിൻ്റെ അന്നത്തെ സമീപനം തന്നെ ബന്ധം ഉണ്ടായിരുന്നു കുടുംബമായിട്ട്? അന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എനിക്ക് RS ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും. അവർക്ക് പ്രശ്നമില്ലായിരുന്നു? ഒരു പ്രശ്നമില്ലായിരുന്നു. വളരെ സന്തോഷപൂർവ്വം പലതവണ. പിന്നെ ഞങ്ങളുടെ ഈ വർഷത്തിൽ 2-3 തവണ മീറ്റിംഗ് നടക്കാറുണ്ട്. പിന്നെ ബ്യൂറോയുടെ മീറ്റിംഗ് എല്ലാ എഡിറ്റേഴ്സിനെ എല്ലാ സ്ഥലത്തൊന്നും വിളിച്ചിട്ടിട്ട് കറസ്പോണ്ടൻസും എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മിക്കവാറും കോട്ടയത്തോ എറണാകുളത്തോ ആണ് ഈ മീറ്റിംഗ് നടക്കുക. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ മീറ്റിംഗ് നടക്കും. മീറ്റിങ്ങിലപ്പം നല്ല ഭക്ഷണം തരും, നല്ല ഡിസ്കഷൻസ് ഉണ്ട്. 2-3 ദിവസത്തെ മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഈ മീറ്റിങ്ങിലവിടെ ധാരാളം മദ്യവും കൊടുക്കും എല്ലാവർക്കും. അപ്പം ഐ വാസ് ദ ഓൺലി പേഴ്സൺ ഹു വാസ് നോട്ട് ഡ്രിങ്കിങ്. അപ്പം മാത്യു സാർ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കത്തില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജോലി തരത്തില്ലായിരുന്നു പറഞ്ഞു. കളിയായിട്ട് പറഞ്ഞു. സോ ഐ വാസ് ദ ഓൺലി പേഴ്സൺ ഹു വാസ് നോട്ട് ഡ്രിങ്കിങ്. ബട്ട് ഹി ഹാസ് എ ഗ്രേറ്റ് ലവ് ഫോർ മീ. വലിയ സ്നേഹമായിരുന്നു. അന്ന് അടുപ്പമുണ്ട്. അതെ. മനോരമയിലൊരു പ്രത്യേകത എന്താണെന്ന്, ഇറ്റ് ഇസ് ലൈക്ക് എ ഫാമിലി. അപ്പം അവിടെ എത്ര ജൂനിയറായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. പിന്നെ ഞാൻ ഡൽഹിയിലായിരുന്നതുകൊണ്ട് ഡൽഹി ബ്യൂറോയ്ക്ക് ഒരു പ്രത്യേക പരിഗണനയൊക്കെ കൊടുക്കും. ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു കുറച്ചൊരു, കാരണം വലിയ സ്റ്റോറിയൊക്കെ ചെയ്യും. ഈ മനോരമയുടെ വീക്കിൻ്റെ ഒരു ബ്യൂറോ ആണോ? ഒരേ ബ്യൂറോ. സച്ചിദാനന്ദമൂർത്തി അന്നുണ്ട്? സച്ചിദാനന്ദമൂർത്തി അത് കഴിഞ്ഞാൽ വന്നത്. സച്ചിദാനന്ദമൂർത്തി അന്ന് ബാംഗ്ലൂരിലായിരുന്നു. അന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ സച്ചിദാനന്ദമൂർത്തി വളരെ കഴിഞ്ഞാൽ വന്നത്. ഞാനവിടെ ഉള്ള സമയത്തെന്ന് പറയുന്നത് ഒരുപാട് നല്ല സ്റ്റോറികളുള്ള സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് ടോപ്പ് സ്റ്റോറീസ് ചെയ്യാനുള്ള എനിക്ക് സാഹചര്യം ഉണ്ടായി. ഒന്നാമത് ഇപ്പം കാൻശിറാമിനെ കുറിച്ചുള്ള ഫസ്റ്റ് കവർ സ്റ്റോറി ഞാനാണ് ചെയ്യുന്നത് വീക്കിൻ്റെ. അതായത് BSP ഒരു പൊളിറ്റിക്കൽ ഫിനോമിനാണ് എന്ന് ഉള്ള രീതിയിലുള്ള. അന്ന് BSP തുടങ്ങിയ സമയമാണ്. അപ്പം BSPയുടെ ആദ്യത്തെ ഒരു വലിയൊരു ബ്രേക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, VP സിംഗ് കോൺഗ്രസ് വിട്ടിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അലഹബാദിൽ നിന്ന് മത്സരിച്ചു. അപ്പോൾ 89 മുൻപ്, അതായത് 87-ലോ 88-ലോ ആണ്. ആ സമയത്ത് അലഹബാദിൽ നിന്നുള്ള ബൈ ഇലക്ഷനിൽ അന്ന് വീക്കിലാണ്. അപ്പോൾ ശാസ്ത്രിയുടെ മോനായിരുന്നു കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്. VP സിംഗ് സുനിൽ ശാസ്ത്രി. അപ്പം VP സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കാൻശിറാം ഓൾസോ കണ്ടസ്റ്റഡ്. അപ്പം ഞാനിത് കവർ ചെയ്യാൻ പോയി. തുടക്കം തൊട്ട് ഞാനത് കവർ ചെയ്ത്. അത് കവർ ചെയ്യാൻ പോയ സമയത്ത് പെട്ടെന്ന് അപ്പം ഒരു ഐഡിയ വന്നു. ഞാനും ഷേണായി സാറും കൂടെ ആലോചിച്ചിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് BSPയെ കുറിച്ചൊരു സ്റ്റോറി ചെയ്യുന്നത് ദ തേർഡ് ഫാക്ടർ എന്നുള്ളതിലേക്ക് ഞങ്ങളൊരു കവർ സ്റ്റോറി ചെയ്തു. BSPയെ കുറിച്ച് രാജ്യത്ത് ചെയ്യുന്ന ആദ്യത്തെ കവർ സ്റ്റോറി അതാണ്. അപ്പോൾ കാൻശിറാമിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ കാൻശിറാം അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പുള്ളി ഇങ്ങനെ പോക്കറ്റിൽ നിന്നൊരു പേന എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് പറയും, ദിസ് ഐ വിൽ ടേൺ അപ്പ് സൈഡ് ഡൗൺ, ദിസ് ടോപ്പ് ഓഫ് ദി ഹെറാർക്കി, ദീസ് ആർ ദ ബ്രാഹ്മൺ, then the Kshatriya, then these people, they have to come down. And who is on the bottom, they will go up. അങ്ങനെ പുള്ളിയുടെ പൊളിറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് നല്ലൊരു സ്റ്റോറി ചെയ്തു, വലിയ കവർ സ്റ്റോറി ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ കവർ സ്റ്റോറി. ഹി ഗോട്ട് ഓൺലി, ഐ തിങ്ക് ഹി വാസ് ഇൻ ദ തേർഡ് ഇലക്ഷനിൽ ഏതാണ്ട് 20,000 പിടിച്ചു. അത്ര വോട്ട് പിടിച്ചു ആ സമയത്ത്.
പക്ഷേ ദാറ്റ് വാസ് ദ കമ്മിങ് ഓഫ് BSP. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷനിൽ VP സിംഗ് ചീഫ് മിനിസ്റ്റർ അല്ല പ്രൈം മിനിസ്റ്ററായി അടുത്ത ഇലക്ഷൻ 89 ഇലക്ഷനിൽ. അപ്പോൾ അന്ന് നമ്മുടെ BJP വാസ് പാർട്ട് ഓഫ് ദാറ്റ് അലയൻസ്, ആൻറ്റി കോൺഗ്രസ് അലയൻസ്. അപ്പോൾ അന്ന് പക്ഷേ BJP വലിയ സ്ട്രോങ് ഒന്നുമല്ല. പിന്നെ യു പിയിൽ ഏതാണ്ട് 16-17 സീറ്റാണ് അന്ന് BJP കണ്ടസ്റ്റ് ചെയ്തത്. ബട്ട് ദേ കെയിം ടു പവർ. അപ്പം ആ സമയത്ത് കംപ്ലീറ്റ് ഇലക്ഷൻ കവർ ചെയ്തു. VP സിംഗിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഗോപാലകൃഷ്ണൻജി ആദ്യമായിട്ട് എടുത്തത് പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം. ഗോപാലകൃഷ്ണൻ അന്ന് മനോരമയിലാണ്. അന്ന് മനോരമയില്ല. മനോരമ ഒരു വീക്കിലുണ്ട്, അദ്ദേഹം വീക്കിലുണ്ട്. പിന്നെ ഷെനായ് സാർ പോയതിന് ശേഷം ഹി ബിക്കേം ദ എഡിറ്റർ വീക്കിൻ്റെ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. മറ്റേ അയോധ്യയുമായും റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ആ സമയത്ത്. അതെ, ആ സമയത്താണ് അയോധ്യ പിന്നെ വലിയൊരു ഇഷ്യൂ ആകുന്നത്. അതായത് 88 പാലംപൂർ BJPയുടെ ഒരു റെസൊല്യൂഷൻ ഉണ്ട്. അന്ന് BJP ഒരു 2 മൊമെൻറ്റസ് ആയിട്ടുള്ള തീരുമാനമെടുത്തു. കാരണം BJP അതുവരെ സെക്യുലർ പോളിറ്റിക്സാണ് വാസ്തവം ചെയ്തുകൊണ്ടിരുന്നത്. അന്നാണ് ഒരു റിലീജിയസ് ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ BJP ആദ്യമായിട്ട് തീരുമാനിച്ചത്. അതിനെക്കുറിച്ച് വലിയ ചർച്ച ഉണ്ടായിരുന്നു. കാരണം പാലംപൂരിലെ നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ സമയത്ത് അന്നും വാജ്പേയി അതിനെ എതിർത്തിരുന്നു. വാജ്പേയി പറഞ്ഞു വി ഷുഡ് നോട്ട് ടേക്ക് അപ്പ് എനി റിലീജിയസ് ഇഷ്യൂ. പക്ഷേ അഡ്വാനിജി പ്രിവെയിൽഡ്. അപ്പോൾ അഡ്വാനിജി പറഞ്ഞു നോ വി വിൽ ടേക്ക് അപ്പ് 2 ഇഷ്യൂസ്. വൺ ആൻ അലയൻസ് വിത്ത് ദ ശിവസേന ഇൻ മഹാരാഷ്ട്ര ആൻഡ് സെക്കൻഡ് വാസ് സപ്പോർട്ടിങ് രാം ജന്മഭൂമി മൂവ്മെൻറ്റ് പൊളിറ്റിക്കലി. ഈ 2 റെസൊല്യൂഷൻസ് അവിടെ പാസ്സായി പാലംപൂർ വെച്ചിട്ട്. അവിടെ വെച്ച് പാസ്സായതിന് ശേഷം BJP ഗോട്ട് ഹോൾ ഹോഗ് ഇൻ ടു പൊളിറ്റിക്സ്. അതായത് രാം ജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. അദ്ദേഹം അന്ന് മോദിജി ഒന്നും BJPയിലില്ല. അല്ല, തന്നെ തുടരുക. അല്ല, അന്ന് BJPയിലുണ്ട്. അദ്ദേഹം BJPയിൽ വന്നു. BJPയുടെ സംഘടനാ സെക്രട്ടറി ആയി. ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ സംഘടനാ സെക്രട്ടറി ആയി. പക്ഷേ അന്ന് ഗുജറാത്തിൽ വലിയ നേതാക്കന്മാരുണ്ട്. വേറെ ശങ്കർ സിംഗ് വഘേലയുണ്ട്, കേശുഭായ് പട്ടേലുണ്ട്, അങ്ങനെയുള്ള വലിയ നേതാക്കന്മാരുണ്ട്. മകരൻ ദേശായി ഉണ്ട്, പിന്നെ കാശിറാം റാണ, കുറേ വലിയ വലിയ സീനിയർ നേതാക്കന്മാരുണ്ട്. എന്നിട്ട് അയോധ്യ ഇവരെ അങ്ങനെ പ്രമേയം പാസ്സാക്കി. ഈ പ്രമേയം പാസ്സാക്കിയതിന് അന്നാണ് അപ്പം അതായത് BJP ഒരു തീരുമാനമെടുക്കുന്നത് ടു ബി പാർട്ട് ഇൻ എ റിലീജിയസ് മൂവ്മെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഡിപ്പാർച്ചറായിരുന്നു അതുവരെയുള്ള BJPയുടെ പൊളിറ്റിക്സിൽ നിന്ന്. അല്ല, എൻ്റെ ഒരു ചോദ്യം, ഇത് RSSന്റെ തീരുമാനമായിരുന്നു BJPയുടെ തീരുമാനമായിരുന്നോ? RSS പറയാതെ BJP തീരുമാനം എടുക്കുമോ? അല്ല, RSS അന്നത്തെ ഒരു പ്രാക്ടിക്കലായിട്ടൊരു അപ്രോച്ചായിരുന്നു. കാരണം വെച്ചാൽ BJP വാസ് ലുക്കിംഗ് ഫോർ എ മാസ് മൂവ്മെൻറ്റ്. ഇറ്റ് വാസ് നെവർ എ മാസ് പാർട്ടി, ഇറ്റ് വാസ് എ കേഡർ പാർട്ടി. ദേ വാണ്ടഡ് ടു ബി എ മാസ് പാർട്ടി. അതിനുള്ള എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നുള്ളത് പല ശ്രമങ്ങളും നടത്തി. RSS ആ സമയത്ത് പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഒരു ഗംഗാജലവുമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഏകാത്മത യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തിയായിരുന്നു. ആ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കിംഗ് ദ ഓർഗനൈസേഷൻ ടു ദ മാസസ്. അത് ഒരു പാർഷ്യലി സക്സസ് ആയിരുന്നു. പക്ഷേ രാം ജന്മഭൂമി മൂവ്മെൻറ്റിന് വേറെ ഒരു പശ്ചാത്തലം കൂടെ. മീനാക്ഷിപുരം കൺവെൻഷൻ ഓർക്കുന്നുണ്ടായിരിക്കും. മീനാക്ഷിപുരത്തെ കംപ്ലീറ്റ് ഒരു ഗ്രാമം മുസ്ലിം ആയിട്ട് മാറി. എല്ലാം ഹിന്ദു ഇതായിരുന്നു. അന്ന് അവിടുത്തെ ആൾക്കാരുടെ എല്ലാം പേര് മാറി, ക്ഷേത്രങ്ങൾ മാറി, ക്ഷേത്രം എല്ലാം പള്ളിയായി. ആ തരത്തിൽ മീനാക്ഷിപുരം കൺവെൻഷൻ വാസ് എ ടേണിംഗ് പോയിൻ്റ്. ഇത് കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ മുഴുവൻ മനസ്സാക്ഷിയെ പിടിച്ച് കുളിക്കിയ ഒരു സംഭവമായിരുന്നു. അപ്പം RSS തോട്ട് ദാറ്റ് വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. കാരണം ഇഫ് ദിസ് കണ്ടിന്യൂസ് ദർ വിൽ ബി എ ടോട്ടൽ ഇസ്ലാമൈസേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള നിലയ്ക്ക്. അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഇന്ദിരാഗാന്ധി വാസ് മോർ കൺസേൺ ദാൻ ദി RSS. So Indira Gandhi contacted the RSS people. She said, why don't you do something? എന്ന് പറഞ്ഞിട്ട് അന്നത്തെ സംഘത്തിൻ്റെ അധികാരികളോട് അവർ ചോദിച്ചു. എന്നിട്ട് ഷീ ഡെപ്യൂട്ടഡ് കരൺ സിംഗ് ടു വർക്ക് ഇൻ കോർഡിനേഷൻ വിത്ത് VHP. അപ്പോൾ അന്ന് VHPയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു, അശോക് സിംഗൾ. ഇറ്റ് വാസ് എ ഡൈനാമിക് മാൻ. അശോക് സിംഗൾ അന്ന് RSSൻ്റെ പ്രാന്തപ്രചാരകരായിരുന്നു ഡൽഹിയിൽ. പക്ഷേ അദ്ദേഹത്തിന് ഈ ഫുൾ ടൈം വർക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിന് വിശ്വ ഹിന്ദു പരിഷത്തിലേക്ക് അയച്ചു. അങ്ങനെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വാസ്തവത്തിൽ ഒരു പേപ്പർ ഓർഗനൈസേഷനിൽ നിന്ന് ഒരു മാസ് ഓർഗനൈസേഷനായിട്ട് മാറിയെന്ന് പറയുന്നത്. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് അശോക് സിംഗൾ. വാസ് എ വെരി ഡൈനാമിക് ലീഡർ, ഗുഡ് ഒറേറ്റർ, ഗുഡ് ഓർഗനൈസർ. ഹി കെയിം ഫ്രം എ വെരി ഡീസൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. വലിയൊരു റിച്ചസ്റ്റ് UP ഫാമിലിയിൽ നിന്ന് അദ്ദേഹം. വൺ ഓഫ് ദ ബിഗ് ഇൻഡസ്ട്രിയൽ ഫാമിലീസ്. എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ. അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള പ്രചാരകൻ. അപ്പം അദ്ദേഹം ഈ കംപ്ലീറ്റ് മൂവ്മെൻറ്റിനെ അങ്ങനെയാണ് ഓൾ ഇന്ത്യ ലെവലിൽ പിന്നെ വിരാട് ഹിന്ദു സമ്മേളനം എന്ന് പറഞ്ഞിട്ട് സീരീസ് ഓഫ് മീറ്റിംഗ്സ് വർ ഓർഗനൈസ്ഡ്. അപ്പോൾ അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത് കരൺ സിംഗ് ആയിരുന്നു. കരൺ സിംഗ് വാസ് എവരിവെയർ. ഹി വാസ് സ്പീക്കിംഗ് ആൻഡ് ഹി വാസ് പ്രൊജക്റ്റഡ് ആസ് കൈൻഡ് ഓഫ് എ ഹിന്ദു ലീഡർ. ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി
ഡൊണേറ്റ് ചെയ്ത ആളാണ്. ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്തു. RSSലും BJPയിലും ഒന്നുമില്ല കറൻസി, കോൺഗ്രസ് തന്നെ. കോൺഗ്രസ് തന്നെയായിരുന്നു. പക്ഷേ ഹി വാസ് പാർട്ട് ഓഫ് ദിസ് വിരാട് ഹിന്ദു സമ്മേളൻ. അതിൻ്റെ ചുമതല ഏറ്റെടുത്ത പുള്ളി. വിരാട് ഹിന്ദു സമ്മേളൻ. വിരാട് മഹാരാഷ്ട്രയിലോ? അല്ല, വിരാട് ഹിന്ദു സമ്മേളനം എന്ന് പറഞ്ഞാൽ മഹാഹിന്ദു സമ്മേളനം. വിരാട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഒരു എവിടെയായിരുന്നു? അല്ല, ഈ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് സംഘടന ഉണ്ടാക്കി എന്നിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വലിയ റാലീസ് നടത്തി. അത് ഈ മീനാക്ഷിപുരം കൺവെൻഷന് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 84 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ഹിന്ദു കാർഡ് കളിച്ചു എന്ന് പറഞ്ഞ ആ സമയത്തൊക്കെ വളരെ വാർത്തകളുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചു, പിന്നെ ഡൽഹി ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചു. കാരണം ഷീ ഗോട്ട് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് ഹിന്ദു സ്പിരിറ്റ് അറ്റ് ദ ടൈം. അപ്പോൾ ദർ വാസ് എ മൂവ്മെൻറ്റ് ആൻഡ് ഓൾസോ എ റിയാക്ഷൻ ടു ദ കൺവെൻഷൻ. അപ്പം അതിനുശേഷമാണ് വാസ്തവത്തിൽ കൺവെൻഷൻ നിന്നു. ദാറ്റ് ഈസ് വൺ സൈഡ്. ബട്ട് ദർ വാസ് എ നാഷണൽ ലെവൽ ഫീലിംഗ് ദാറ്റ് ദിസ് കൺവെൻഷൻ ക്യാൻ ബി എ ഗ്രേറ്റ് ഡേഞ്ചർ. തന്നെയല്ല, ഇന്ത്യ സെക്യുലറായിട്ട് ഇരിക്കണമെന്ന രീതിയിൽ ഇറ്റ് ഈസ് എ നെസസിറ്റി ദാറ്റ് ദ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഷുഡ് ബി ദ ഹിന്ദുസ്. കാരണം വേറെ ഹിന്ദുസ് ആർ നോട്ട് ഇൻ മെജോറിറ്റി, ദർ ഈസ് നോ സെക്യുലറിസം. ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് കാശ്മീർ. അപ്പം എവിടെയാണെങ്കിലും മുസ്ലിംസ് മെജോറിറ്റി ആണെങ്കിൽ ദേ വിൽ ടോക്ക് അബൌട്ട് സെക്യുലറിസം, ബട്ട് ദർ ഈസ് നോ സെക്യുലറിസം. അപ്പം ഇറ്റ്സ് എ പ്രീ കണ്ടീഷൻ. ഇന്ദിരാഗാന്ധിക്ക് പോലും തോന്നിയിരുന്നു, അത് കരൺമൻ സിംഗിനും തോന്നിയിരുന്നു, അദ്ദേഹം പലയിടത്തും പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് ഒരു ഐഡിയ വരുന്നത്, ദർ ഈസ് നീഡ് ഫോർ എ ഹിന്ദു വോട്ട് ബാങ്ക്. അപ്പം അന്ന് വരെ ഒരുത്തരും ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചിട്ടില്ല. ഹിന്ദുക്കൾ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടുണ്ടല്ലോ ഹിന്ദുക്കൾ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യണം, അതായത് ടു പൊളിറ്റിസൈസ് ദ ഹിന്ദു, അങ്ങനെ ഒരു കൺസെപ്റ്റ് അന്ന് വന്നു. അതിൻ്റെ വാസ്തവത്തിലെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സ്വാമി ചിന്മയാനന്ദനായിരുന്നു. സ്വാമി ചിന്മയാനന്ദ അഡ്രസ്ഡ് വൺ ഓഫ് ദി വിശ്വ ഹിന്ദു പരിഷത്ത് മീറ്റിംഗ്സ്. അവിടെ വെച്ച് അദ്ദേഹം ഈ മീനാക്ഷിപുരം കൺവെൻഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാട്ട് ഇന്ത്യ നീഡ്സ് ഇസ് എ ഹ്യൂജ് ഹിന്ദു വോട്ട് ബാങ്ക് ആൻഡ് RSS ആൻഡ് ദ VHP ഷുഡ് വർക്ക് ഫോർ ദാറ്റ്. അപ്പോൾ അതേ സമയത്ത് കരൺ സിംഗ് ഹാഡ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. കരൺ സിംഗ് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ ഹിന്ദു വോട്ട് ബാങ്ക്, ബട്ട് ഇറ്റ്സ് എ ഹിന്ദു ലോബി ദാറ്റ് വി നീഡ്. വിത്തിൻ ദ കോൺഗ്രസ് ദർ ഷുഡ് ബി എ ഹിന്ദു ലോബി, ബിക്കോസ് ഇറ്റ് വാസ് ദെയർ ബിഫോർ ഇലക്ഷൻ, ബിഫോർ ഇൻഡിപെൻഡൻസ്. കോൺഗ്രസിനകത്തൊരു ഹിന്ദു ലോബി ഉണ്ടായിരുന്നു. ദർ വാസ് എ മുസ്ലിം ലോബി ഓൾസോ. അതിപ്പോൾ ഈവൻ അപ്പം അതേ രീതിയിൽ കോൺഗ്രസ് ഹാസ് ടു ബിക്കം എ പാർട്ടി വിത്ത് എ സ്ട്രോങ് ഹിന്ദു ലോബി. അങ്ങനെ ഉണ്ടെന്ന് വരികിൽ ദർ വോണ്ട് ബി എനി പ്രോബ്ലം ഓഫ് ദിസ് കൺവേഷൻ ആൻഡ് ഓൾ ദിസ്. അങ്ങനെ ദാറ്റ് ഡിബേറ്റ് വെൻ്റ് ഓൺ. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദ BJP തന്നെ ഫൗണ്ട് ദർ വാസ് എൻ ഐഡിയ. കാരണം BJP ഹിന്ദു ലോബി രൂപപ്പെട്ടു വന്നു. അതപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് വന്നു. കോൺഗ്രസിനെ സപ്പോർട്ടില്ല, കോൺഗ്രസ് ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. ഓക്കെ, അതാണ് BJP ആയി പിന്നെ മാറുന്നത്. കാരണം BJPക്ക് അപ്പം മനസ്സിലായി ദർ ഇസ് എ ചാൻസ് ഇൻ ദിസ്. അന്ന് BJP ആയോ? BJP അന്ന് അല്ല, അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ BJP അന്ന് പ്യുവർലി സെക്കുലറാണ്. അതെ, മനസ്സിലായി. അണ്ടർ വാജ്പേയി ദേ നെവർ തോട്ട് ഓഫ് ബിക്കമിങ് പ്രോ ഹിന്ദു. ദേ തോട്ട് ഓഫ് ഓൺലി എ നാഷണൽ. കോൺഗ്രസിൻ്റെ വേറെ വ്യത്യസ്തമായിട്ടാണ് BJP അന്ന് വരുന്നത്. അല്ല, അപ്പോൾ കോൺഗ്രസ് ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ഹിന്ദു ഫീലിംഗ് ഇൻ ദ കൺട്രി. ജമ്മു ഇലക്ഷൻ ജയിച്ചു, ഡൽഹി ഇലക്ഷൻ ജയിച്ചു. സോ ഇന്ദിരാഗാന്ധി വാസ് വെരി ടാക്ട്ഫുള്ളി യൂസിങ് ദിസ് ഹിന്ദു സെൻറ്റിമെൻറ്റ്. ഇത് BJPക്ക് മനസ്സിലായി. അതോടെ അവർ അതിലേക്ക് മാറി. അങ്ങനെയാണ് RSSൻ്റെ കൺസെൻറ്റോട് കൂട്ടിയിട്ട് അഡ്വാൻറ്റേജ് പറഞ്ഞു, വി ടേക്ക് അപ്പ് ദിസ് ഇഷ്യൂ ഓഫ് രാം ജന്മഭൂമി. അങ്ങനെയാണ് ഈ റെസൊല്യൂഷൻ പാസ്സാകുന്നതും. അതുപോലെ തന്നെ ശിവസേന വാസ് ആൻ അൺടച്ചബിൾ പാർട്ടി. ആരും ടച്ച് ചെയ്തില്ലായിരുന്നു. ആ ശിവസേനയുമായിട്ട് ബന്ധമുണ്ടാക്കാനും അലയൻസ് ഉണ്ടാക്കാനും ബാൽ ഠാക്കറെയുമായിട്ട് അലയൻസ് ഉണ്ടാക്കാൻ ആ ശിവസേന ഇന്ന് ഉണ്ടോ മുന്നേലില്ല. BJP ഭയന്ന് ബന്ധമുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതെ, അന്ന് ശിവസേന വാസ് ആൻ അൺടച്ചബിൾ പാർട്ടി. നോബഡി വിൽ ടച്ച്. കാരണം ഇറ്റ് വാസ് ഹിന്ദു തീവ്രതയാണ് അവരുടെ. ഹിന്ദു തീവ്രത ദാറ്റ് വൺ പോയിന്റ്. ബട്ട് പർട്ടിക്കുലർലി ബാൽ ഠാക്കറയുടെ ആ ഒരു ടിപ്പിക്കൽ അപ്രോച്ച് ടു പൊളിറ്റിക്സ്, ശിവാജിയുടെ പേര് പറഞ്ഞിട്ട് ഹിന്ദു സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. ഈ അയോധ്യ മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് അങ്ങയുടെ റോൾ എന്താണ്? ചാരിയറ്റ് ഓഫ് ഫയർ എന്നാണ് അവർ ഹെഡിങ് കൊടുത്തത്. ചാരിയറ്റ് ഓഫ് ഫയർ, അതായത് നെഗറ്റീവാണ് ഹെഡിങ്. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് കവറേജ്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തലയിൽ ഇങ്ങനെ ഈ കുടത്തിനകത്ത് കലശം എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ് ഫോർ അവേഴ്സ് ടുഗദർ. അപ്പോൾ അഡ്വാൻറ്റേജ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ദിസ് ഈസ് ദ ടൈം ഐ ഫസ്റ്റ് റിയലൈസ് ദാറ്റ് റാം വാസ് സച്ച് ആൻ ഐക്കോൺ.
മണ്ഡൽ കമ്മീഷൻ്റെ ഐഡിയ എന്ന് പറയുന്നത് BJP തകർക്കുക എന്നുള്ള ഒരു ഐഡിയയുടെ ഭാഗമായിട്ടാണ് മണ്ഡൽ കമ്മീഷൻ VP സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പതനം തുടങ്ങിയത് ഇറ്റ് വാസ് ഫ്രം ദാറ്റ് മൂവ്മെൻറ്റ്. 4 യാത്ര രാജ്യത്തിൻ്റെ 4 ഭാഗത്തു നിന്നായിട്ട് കരസേവയിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് തുടങ്ങി. ആൻഡ് ദിസ് വാസ് ദ യാത്ര ദാറ്റ് എൻഡഡ് ഇൻ ദി ഡിമോളിഷൻ ഓഫ് ദി അതിന് എൻ്റെ December 6. അതെ.